ജീവിതത്തിൻ്റെ ആത്മീയ മേഖലയിലാണോ നിസ്സഹായ അവസ്ഥ? അത് കണ്ടെത്തണം. കരവീഴ്ത്തി സമർപ്പിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില തിന്മകൾ, ചില പാപമേഖല ഉപേക്ഷിക്കാൻ സാധിക്കാത്ത മേഖലയാണോ? മാതാപിതാക്കളെ അനുസരിക്കാൻ സാധിക്കാത്ത മേഖലയാണോ? ഈ കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് കണ്ണുനീരോട് പറഞ്ഞു, അച്ഛാ 1 മാസമായിട്ട് ഭാര്യ സംസാരിക്കുന്നില്ല. അച്ഛൻ എനിക്കിത് ആരോടും പറയാൻ പോലും പറ്റില്ല. അച്ഛൻ ഇടവയിൽ വികാരിച്ചനോട് പോലും ഈ കാര്യം പറയാൻ പറ്റില്ല. അച്ഛാ നാണക്കേടാ. നീ എൻ്റെ ഭാര്യ 1 മാസമായിട്ട് നീ ജവമാല എല്ലാം വേണ്ടി ഇരിക്കുമ്പോൾ ഭാര്യയുടെ അടുക്കൽ പോയി ജവമാല എല്ലാം വേണ്ടി ഭർത്താവ് ചെന്നിരിക്കും. ഈ സമയം ഭാര്യ എഴുന്നേറ്റ് മാറിയിരിക്കും. 1 മാസമായിട്ട് എന്തോ ഒരു പിടിവാശിയുടെ ഒരു ബന്ധനം. ഈ മനുഷ്യൻ, ഈ ഭർത്താവ് കണ്ണുനീരോടെ പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന് ഈ മേഖല നിസ്സഹായ അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നോക്കി, ജീവിതത്തിൻ്റെ ചില മേഖല നിസ്സഹായ അവസ്ഥയിലേക്ക് വഴുതി പോകുന്നുവെങ്കിൽ ഈ നിസ്സഹായ അവസ്ഥയെ കർത്താവിന് കാഴ്ചവെച്ച് കരവയ്യെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലൊരു സഹോദരി, ആ സഹോദരിയുടെ കാലിൽ ഒരു വ്രണം വരികയാണ്. ഈ വ്രണം ഇങ്ങനെ വരും. ആ വ്രണത്തിന് മരുന്നെടുക്കും. ആ മരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വ്രണം വീണ്ടും പ്രത്യക്ഷപ്പെടും. കഴിഞ്ഞ 4-5 വർഷമായി ഈ പ്രത്യേക രോഗം കൊണ്ട് ആ സഹോദരി ഭാരപ്പെടുന്നു. ഈ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ ഈ രോഗം കൊണ്ട് ഞാൻ നിസ്സഹായ അവസ്ഥയിലേക്ക് പോയി. ഈ രോഗത്തിന് മരുന്ന് കഴിക്കും. ഈ മരുന്ന് കഴിച്ച് ഏതാണ്ട് നാൾ കഴിഞ്ഞ് ആ രോഗം മാറിയാൽ മരുന്ന് നിർത്തി കഴിഞ്ഞ് വീണ്ടും രോഗം വരിക. അച്ഛാ 4-5 വർഷമായി ഈ രോഗപീഠ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ശാരീരികമായ രോഗമേഖലയിൽ ആ വ്യക്തി നിസ്സഹായ അവസ്ഥയെ കഴിയുക. നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ട്. ഏത് രോഗം നമ്മുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെങ്കിൽ ആ രോഗമേഖലയിലേക്ക് ദൈവം വരാൻ ഒന്ന് കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും അമ്മ കണ്ണുനീരോട് പറഞ്ഞു, അച്ഛാ മകന് വേണ്ടി ആണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ അമ്മ പറയുമ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ വലിയൊരു നിസ്സഹായ അവസ്ഥയിലാണ്. അച്ഛാ ഏതവസ്ഥയിലാണ്? അത് പരസ്പരം നോക്കിയെന്ന് പറഞ്ഞ് ഏതവസ്ഥയിലാണ്? നിസ്സഹായ അവസ്ഥയിലാണ്. അപ്പോൾ ഈ അമ്മ തന്നെ നിസ്സഹായ അവസ്ഥ, ഈ കുടുംബത്തിൻ്റെ നിസ്സഹായ അവസ്ഥ ഈ അമ്മ തന്നെ പറഞ്ഞു കണ്ണുനീരോടെയാണ് ഈ അമ്മ പറയുക, അച്ഛാ എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല. ഈ മകൻ്റെ വിവാഹം നടക്കുന്നില്ല. മകൻ എന്ന് പറയുമ്പോൾ തന്നെ അമ്മ കരഞ്ഞുപോയി. ഈ മകൻ എന്ന വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അമ്മ കരഞ്ഞു. ഈ ഇരിക്കുന്ന ദൈവമക്കൾ അറിയണം. അപ്പം ഈ അമ്മ എത്രയോ നാളുകൾ, വർഷങ്ങളായി ഈ മകന് വിവാഹ തടസ്സ മേഖലയെ ഓർത്ത് നിസ്സഹായപ്പെട്ട് വേദനിച്ചു കഴിയുന്നു. ഇങ്ങനെ മക്കളുടെ ഓരോരോ തടസ്സ മേഖലയെ ഓർത്ത് വേദനിച്ചു കഴിയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് ഈശോ വരാൻ വേണ്ടി കരമുയർത്തി പറയാമോ ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഈ അമ്മ കണ്ണുനീരോട് പറഞ്ഞ, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന് നിസ്സഹായ അവസ്ഥ. ഞങ്ങളുടെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ട് നടക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് എത്ര വർഷമായിട്ട്? ജീവിതത്തിന് ചില രോഗമേഖലയിലുള്ള നിസ്സഹായ അവസ്ഥയാണ്. ഇനി വിവാഹമേഖല തടസ്സ മേഖലയിലുള്ള ആ നിസ്സഹായ അവസ്ഥ. അപ്പോൾ ഈ അമ്മ പറഞ്ഞ, അച്ഛാ മകനെ വിവാഹാലോചന ആരംഭിക്കാത്തതുകൊണ്ടല്ല അച്ഛാ. വിവാഹാലോചന ആരംഭിച്ചിട്ട് എത്ര വർഷമായി? പറഞ്ഞ് എത്ര വർഷമായി? 10 വർഷം. ഈ കഴിഞ്ഞ 10 വർഷമായി മകൻ്റെ വിവാഹം നടക്കുന്നില്ല. ഈ 10 വർഷമായി മകൻ്റെ വിവാഹം നടക്കാതെ പോകുമ്പോൾ ഈ കുടുംബവും ഈ മകനും ഈ മാതാപിതാക്കളും ഒന്ന് പറഞ്ഞ് ഏത് അവസ്ഥയിലാണ്? ഉറക്കെ പറയണം, ഏതവസ്ഥയിലാണ്? നിസ്സഹായ അവസ്ഥ. ഈ നിസ്സഹായ അവസ്ഥ ആർക്ക് സമർപ്പിക്കണം? പറഞ്ഞ് ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയം പ്രാർത്ഥിച്ചപ്പോൾ നൽകിയ ദൈവികമായ ഒരു സന്ദേശമാണ് 6 മാസത്തിനുള്ളിൽ ഈ മകൻ്റെ വിവാഹം നടക്കും. കൈയടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്ത് ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് സന്ദേശം നൽകുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ പലപ്പോഴും നിറയാറുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ആ കണ്ണുനീര് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. ഒന്ന് പറഞ്ഞ ഏത് കണ്ണുനീരാണ്? കാരണം നമ്മുടെ നിസ്സഹായ അവസ്ഥ അത് ആരറിയുന്നുണ്ട്? ഉറക്കെ പറഞ്ഞ് ആരറിയുന്നുണ്ട്? ദൈവം, യേശു അറിയുന്നുണ്ട്. കാരണം യേശു പറഞ്ഞ് ആരറിയുന്നുണ്ട്? സ്വരൂപത്തിൽ പറഞ്ഞ് ആരറിയുന്നുണ്ട്? യേശു അറിയുന്നുണ്ട് കേട്ടോ. ദൈവം, സ്വർഗം ഈ നിസ്സഹായ അവസ്ഥ അറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തിരുവചനം ഒന്നാമതായി പറയുന്നൊരു കാര്യം,
നമ്മുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആ വാക്കെന്ന് പറഞ്ഞ് ഏതറിയണം? തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ നിസ്സഹായ അവസ്ഥ ഏതാ? എൻ്റെ ജീവിതത്തിന് നിസ്സഹായ അവസ്ഥ ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിയുന്ന ആ മേഖല, നിസ്സഹായ അവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ച് വാചനം വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ ഞെരിഞ്ഞു പോകുന്ന ചില വ്യക്തികളാകാം കേട്ടോ. വിടുതലിന് വേണ്ടി കരവയ്യത്തു പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ഞെരിഞ്ഞ് അമർന്നു പോവുകയാണ്. ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ഞെരിഞ്ഞ് അമർന്നു പോകുന്നവരാണോ? അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പറഞ്ഞേ. ഉണ്ട്. നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ വചനം പറയുന്നു ഉണ്ട്. കരവയ്യത്തി സ്വരവേത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 10-ാമത്തെ സങ്കീർത്തനം 10-ാം വചനം പറയും. 10-ാമത്തെ സങ്കീർത്തനം 10-ാം വചനം ഒന്ന് പറഞ്ഞ് ഏത് സങ്കീർത്തനമാണ്? 10-ാമത്തെ സങ്കീർത്തനം വചനം പറഞ്ഞ് ഏത് വചനമാണ്? 10-ാമത്തെ വചനം. ഈ വചനം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 10 സങ്കീർത്തനം. എന്ന് ഈ 10 സങ്കീർത്തനം പറയുക. വചനം പറയുന്നു, നിസ്സഹായകൻ ഞെരിഞ്ഞ് അമർന്ന് പോകുന്നു. ഇന്ന് ഈ കൺവെൻഷൻ്റെ 1-ാം ദിനത്തിലായിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിന്റെ ഏതെങ്കിലും നിസ്സഹായ അവസ്ഥയിൽ ഞെരിഞ്ഞ് അമർന്നു പോകുന്ന ഒരു ജീവിതമാണോ? ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് വലതുകരം ഉയർത്തി കുരിശിലേക്ക് നോക്കി സ്വരമുയർത്തി ഏറ്റു പറയാമോ? നിസ്സഹായൻ. സ്വരമുയർത്തി പറയും, നിസ്സഹായൻ ഞെരിഞ്ഞ് അമർന്ന് പോകുന്നു. നമ്മൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ തുറന്ന് കുരിശിലേക്ക് നോക്കി നിസ്സഹായ അവസ്ഥ ഏതൊക്കെയാണ് അതെല്ലാം കണ്ടെത്തിയിട്ട് അതെല്ലാം കർത്താവിന് കാഴ്ച വെച്ചിട്ട് ഈ വചനം ഏറ്റു പറയാൻ പോവുകയാണ്. നിസ്സഹായൻ ഞെരിഞ്ഞ് അമർന്ന് പോകുന്നു. ഒരു കൂടി വചനം പറയാമോ? നിസ്സഹായകൻ ഞെരിഞ്ഞ് അമർന്ന് പോകുന്നു. വിടുതലിന് വേണ്ടി കരമേറ്റി സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം അവസ്ഥയിലാണ് നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുക? നിസ്സഹായ അവസ്ഥ ഏതൊക്കെയാണ്? ഈ നിസ്സഹായ അവസ്ഥയിൽ ഞാനെന്ന് പറയുന്ന എൻ്റെ ജീവിതം ഞെരിഞ്ഞ് അമർന്നു പോകുന്ന ജീവിതമാണോ? അത് കർത്താവിന് ഇന്ന് കാഴ്ചവെച്ച കരപയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ നിസ്സഹായ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ കരപയ്യത്തി സ്വരപയ്യത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ നിസ്സഹായ അവസ്ഥയിൽ ഞെരിഞ്ഞ് അമർന്നു പോകുന്ന ജീവിതങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒന്ന് കരപയ്യത്തി പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത് വചനം പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അതിന് പരിഹാരമായ വചനം പറയുക. നമ്മുടെ നിസ്സഹായ അവസ്ഥ കർത്താവിന് കാഴ്ചവെക്കണം. കൈയടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തേ. നല്ല ഒരു കരഘോഷം. നോക്കിക്കേ, ഈ കൺവെൻഷന്റെ ആദ്യ ദിനത്തിൽ ഇതിനേക്കാൾ കൂടുതൽ എന്താ ദൈവം നമ്മോട് സംസാരിക്കുക? നന്ദിയോടെ കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൺവെൻഷൻ ഒരുപാട് നിയോഗങ്ങളുമായിട്ട് നമ്മൾ വന്നിരിക്കുക. അത് ആത്മീയമായ നിയോഗമുണ്ട്, ഭൗതികമായ മാനസികമായ നിയോഗങ്ങളുണ്ട്, ശാരീരികമായ നിയോഗങ്ങളുണ്ട്. അതിൽ ചില നിയോഗങ്ങൾ നിസ്സഹായ അവസ്ഥയെ കഴിയുന്ന അവസ്ഥയാ. വിടുതലിന് വേണ്ടി കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ നിസ്സഹായ അവസ്ഥയിൽ അനവധി വർഷങ്ങളായതുകൊണ്ട് ഒരു പക്ഷേ ഈ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ഞെരിഞ്ഞ് അമർന്നു പോകുന്ന ജീവിതമാകാം. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാകാം. വിടുതലിന് വേണ്ടി കരമയ്യത്തി സ്വരമയ്യത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഞെരിഞ്ഞ് അമർന്നു പോകുന്ന നിസ്സഹായ അവസ്ഥ അത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. ആ നിസ്സഹായ അവസ്ഥയെ ദൈവത്തിന് എന്ത് ചെയ്യണം? കാഴ്ചവെക്കണം, സമർപ്പിക്കണം. കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. നല്ല ശക്തമായ കരഘോഷം. ഇത് എവിടെയാണ് ഈ നിസ്സഹായ അവസ്ഥ ദൈവത്തിന് കാഴ്ചവെക്കണമെന്ന് വചനം പറയുക? 10-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വചനമാ. ഒന്ന് കുറിച്ച് വെക്കണേ. 10-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വചനം. 10-ാമത്തെ സങ്കീർത്തനം 14-ാം വചനത്തിന്റെ അഭിഷേകം. ആ വാക്കെന്ന് പറഞ്ഞ് എന്താണ്? ആ വചനത്തിന്റെ അഭിഷേകം നമ്മിലേക്കൊന്ന് വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയമാണ്. ഈ വചനം എന്നോടൊപ്പം ഒന്ന് ചേർന്ന് ഏറ്റു പറയണമേ. അങ്ങ് പറഞ്ഞേ, അങ്ങ് കാണുന്നുണ്ട്,
കാണുന്നുണ്ട്. 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 കഷ്ടപ്പാടുകളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ക്ലേശങ്ങളും അങ്ങ് അങ്ങ് തീർച്ചയായും 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 കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അങ്ങ് അങ്ങ് അവ അവ ഏറ്റെടുക്കും ഏറ്റെടുക്കും ഏറ്റെടുക്കും. ഏറ്റെടുക്കും. നിസ്സഹായൻ നിസ്സഹായകൻ തന്നെ 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 അങ്ങേക്ക് 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 സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. നന്ദിയോടെ കരവേദ്യ സ്വരവേദ്യെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് 10-ാമത്തെ സങ്കീർത്തനം 14-ാം വചനം പറയുക, ദൈവമേ അങ്ങ് കാണുന്നുണ്ട്. അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. നീ ഇവിടെ ഇരിക്കുന്നതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വചനം എന്താണ് പറയുക? കർത്താവ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വചനം എന്താണ് പറയുക? കഷ്ടപ്പാടുകളും. ആ വാക്കത്ത് പറഞ്ഞേ, കഷ്ടപ്പാടുകൾ മാത്രമാണ് കർത്താവ് കാണുക. ക്ലേശങ്ങളും. ആ വാക്കത്ത് പറഞ്ഞേ എന്താണ്? അങ്ങ് കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുണ്ടെന്നാ വചനം പറയുക? തീർച്ചയായും തീർച്ചയായും. ആ വാക്കൊന്ന് പറഞ്ഞ എങ്ങനെയാണ്? തീർച്ചയായും. ശ്രമീത് പറഞ്ഞ എങ്ങനെയാണ് എന്ന്? തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട്. കരവേദി സ്വരവേദി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർച്ചയായും ഈ കർത്താവ് ഇത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വചനം എന്താ പറയുക? അങ്ങ് അങ്ങ് അവ ഏറ്റെടുക്കും കേട്ടോ. അങ്ങ് അവ ഏറ്റെടുക്കും. എൻ്റെ കഷ്ടപ്പാടുകൾ ക്ലേശങ്ങൾ അവിടുന്ന് കാണുന്നു എന്ന് മാത്രമല്ല, കർത്താവ് അത് ഏറ്റെടുക്കും. വിശുദ്ധിച്ച് കരവേദി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വചനം എന്താണ് പറയുക? നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് എന്ത് ചെയ്യണം? സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. ഇനി വരുന്ന ആരാധനയെല്ലാം നമ്മുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വചനം അവസാനം പറയുന്ന ഇപ്രകാരമാണ്, അനാഥന് അനാഥന് അവിടുന്ന് ആരാണ്? സഹായകനാണല്ലോ. ഹല്ലേലൂയ. എന്തുമാത്രം വിടുതല്, എന്തുമാത്രം ആശ്വാസം, എന്തുമാത്രം അഭിഷേകം നൽകുന്ന വചനമാണ്. ഈ വചനത്തിന് അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി ബുദ്ധിമുട്ടില്ലെങ്കിൽ വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? എന്നോടൊപ്പം വചനം ചേർത്ത് പറയണം. ഒരാൾ വചനം ഏറ്റു പറയുമ്പോൾ 5 പേര് കേൾക്കാവുന്ന സ്വരം ഉണ്ടാകണം. അങ്ങ് 2 പേര് കേട്ടേ ഉള്ളൂ. 5 പേര് കേൾക്കണം. അങ്ങ് 4 പേര് കേട്ടു. 5 പേര് കേൾക്കണം. അങ്ങ് പോരാ. അങ്ങ് കാണുന്നുണ്ട് 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 കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും 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 ക്ലേശങ്ങളും 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 അങ്ങ് 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 തീർച്ചയായും 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 കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അങ്ങ് അങ്ങ് അവ അവ ഏറ്റെടുക്കുക. ഏറ്റെടുക്കും. ഈ വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആവർത്തിക്കാമോ? നിസ്സഹായൻ നിസ്സഹായൻ തന്നെ 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 അങ്ങേക്ക് 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 സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. അനാഥന് അനാഥന് അവിടുന്ന് അവിടുന്ന് സഹായകനാണല്ലോ. സഹായകനാണ്. കൈയടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്തേ. നല്ല ഒരു കരോത്സവം തന്നെടുത്തേ. ഈ വചനം ഏറ്റു പറഞ്ഞപ്പോൾ ഈ വചനത്തിന്റെ അഭിഷേകം, അതായത് ഈ വചന അഭിഷേകമായി നമ്മിലേക്ക് പ്രവേശിക്കുക. നന്ദിയോടെ കരവേറ്റി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഈ വചനം അഭിഷേകമായ സമയം ഉള്ളിലേക്ക് ദൈവ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് 1-2 പേരല്ല, 170 പേരുണ്ട് എന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ. കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ. 170 പേരിലേക്ക് വചനം അഭിഷേകമായി കടന്നു വന്നു. അടയാളം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് ആത്മാ തരുന്ന അടയാളം കണ്ണ് നിറഞ്ഞു കൊടുക്കുന്ന അഭിഷേകമാണ്. കണ്ണുനീരിൻ്റെ അഭിഷേകം. ഈ സമയം വചനം പറഞ്ഞപ്പോൾ ഈ കൂട്ടായ്മയിൽ 170 പേരുടെ കണ്ണ് നിറഞ്ഞു. കണ്ണുനീരിന് അഭിഷേകം വെളിപ്പെടുകയാണ്. അതിന് കണ്ണ് നിറഞ്ഞു, കണ്ണുനീരിന് അഭിഷേകം. ഈ വചനം പറഞ്ഞപ്പോൾ കണ്ണ് നിറയുകയോ കണ്ണുനീരിൻ്റെ അഭിഷേകം വെളിപ്പെടുകയോ ചെയ്ത ദൈവമക്കളുണ്ടെങ്കിൽ ഒന്ന് വലതുകരം ഉയർത്തി ഒന്ന് വീശി ഈശോയ്ക്ക് മാത്രം കൊടുത്തേ. കരം ഉയർത്തി നോക്കിക്കേ. എണ്ണാൻ സാധിക്കുന്നില്ല. 170-ലധികം ദൈവമക്കളാണ്. കൈതാത്തിയിട്ടെ. കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ. നല്ല ശക്തമായ കരോത്സവത്താൻ കൊടുത്തേ. അപ്പൊ ഈ വചനാഭിഷേകം ദൈവം എല്ലാവർക്കും തരും. കരവയ്യത്ത് സ്വരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം അവ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, തീർച്ചയായും കാണുന്നുണ്ട്. എന്താ ദൈവം കാണുക? നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ക്ലേശങ്ങളും. ഒന്ന് പറഞ്ഞ ദൈവം കാണുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കഷ്ടപ്പാടുകളും
ക്ലേശങ്ങൾ. പരസ്പരം നോക്കി പറഞ്ഞ് നമ്മുടെ കഷ്ടപ്പാടുകള്, ഉറക്കെ പറഞ്ഞ് കഷ്ടപ്പാടുകള്, ക്ലേശങ്ങള്. നീ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുക. ആ ദൈവം തരുന്ന ആശ്വാസമാണ് കേട്ടോ. വലതുകര വയ്യത്തി നദിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അതിനെന്താണ് പറയുക? അങ്ങ് അവ ഏറ്റെടുക്കും. ദൈവത ഏറ്റെടുക്കും. ദൈവത ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് സമർപ്പിക്കണം. ആ വാക്കെന്ന് പറഞ്ഞ ദൈവത്തിന് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഉറക്കപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഒരു കണ്ണുനീരുമായിട്ട് മടങ്ങാൻ പാടില്ല കേട്ടോ. നമ്മുടെ നിസ്സഹായ അവസ്ഥയെല്ലാം ഇന്ന് കർത്താവിന് സമർപ്പിക്കണം. ഇനി ഈ കൺവെൻഷൻ കഴിഞ്ഞ് 1-ാം ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങുന്നത് സന്തോഷത്തിൻ്റെ കണ്ണുനീരുമായിട്ട് കൈയടിച്ച ദൈവത്തിന് പാത്ത കൊടുത്തേ നല്ലൊരു കർവോഷത്താണ്. ഞാൻ മുൻപ് പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം. അതായത് ഒരമ്മ വന്ന് പറഞ്ഞില്ലേ മകന് എത്ര വർഷമായി വിവാഹാലോചനയുണ്ട്? 10 വർഷം. 10 വർഷമായി ഈ അമ്മയും ആ കുടുംബവും ഈ മകനും ഏതവസ്ഥയിലാണ്? ഏതവസ്ഥയിലാണ്? നിസ്സഹായ അവസ്ഥയാണ്. ശരിയല്ലേ? നമുക്ക് ആ വേദന വരുമ്പോഴാണ്, നമ്മുടെ കുടുംബത്തിൽ ആ വേദന വരുമ്പോഴാണ് ഈ വേദന എനിക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ. അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് മാറണം. കരവീതി സമർപ്പിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അമ്മ ഈ ശുശ്രൂഷ കൂടുമ്പോൾ അമ്മ ആ വേദന, ആ നിസ്സഹായ അവസ്ഥ ദൈവത്തിന് എന്ത് ചെയ്തു? സമർപ്പിച്ചു. അത് പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? സമർപ്പിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക 6 മാസം കൊണ്ട് മകന്റെ വിവാഹം നടക്കും. ഹല്ലേലൂയ. നീ സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഒന്ന് ഇടപെടാൻ സാധിക്കും. ഈ നിസ്സഹായ അവസ്ഥ നമ്മൾ കൊണ്ടുവന്നു. ഇനി ഈ കൺവെൻഷൻ 1-ാം ദിവസം കഴിഞ്ഞ് ഈ നിസ്സഹായ അവസ്ഥയുമായി മടങ്ങിപ്പോയാൽ കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഇനി വരുന്ന ദീപികാന ആരാധനയിൽ ഈ നിസ്സഹായ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? തിരുവോസ്തുരൂപനായ ഈശോയ്ക്ക് ബാക്കിയൊന്ന് പൂരിപ്പിച്ച് തിരുവോസ്തുരൂപനായ ഈശോയ്ക്ക് സമർപ്പിക്കണം. തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമർപ്പണം വലിയൊരു മേഖലയാണ്. അനേക ദൈവമക്കള്, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കേട്ടോ, അനേക ദൈവമക്കൾ ഈ സമർപ്പണ മേഖലയിൽ പുറകോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ നിസ്സഹായ അവസ്ഥയുമായി നമ്മൾ തമ്പുരാനുവിൽ വരുന്നു. ദൈവമേ തന്നെ നിസ്സഹായ അവസ്ഥയാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല. നിസ്സഹായ അവസ്ഥയെ തന്നെ മടങ്ങിപ്പോവുകയും. ഈ നിസ്സഹായ അവസ്ഥ ഒന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുക? അത് വലിയൊരു വിടുതൽ നൽകുന്ന വചനമാ. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊന്ന് സമർപ്പിക്കാതെ കർത്താവിന് ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കില്ല കേട്ടോ. ഈ ദൈവം ഒരു വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരഘോഷം. നമ്മുടെ ഈ കാര്യസ്മാവിലെ ശുശ്രൂഷയിലൂടെ അനേക കാര്യങ്ങൾ, ജാതിമത ഭേദമന്യേ അനേക കാര്യങ്ങൾ ജീവിതങ്ങളിലേക്ക് ദൈവം കടന്നു വരുന്നതിനെ ഓർത്ത് ഒന്ന് കരമടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരഘോഷം. നന്ദിയോടെ ശക്തിയോടെ കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ അനേക കാര്യങ്ങളിലേക്ക് ജാതിമത ഭേദമന്യേ ദൈവം ഈ കാര്യസ്വാമി ശുശ്രൂഷയിലൂടെ ഈ ബൈബിൾ കൺവെൻഷനിൽ കടന്നു വരാൻ എന്താ കാരണം? ജാതിമത ഭേദമന്യേ ദൈവത്തിൻ്റെ മക്കൾ അവിടെ നിസ്സഹായ അവസ്ഥ കർത്താവിന് എന്ത് ചെയ്യുന്നു? പറഞ്ഞേ സ്വരയത്തി പറഞ്ഞേ കരവയ്യത്തി പറഞ്ഞേ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് സമർപ്പിക്കാതെ മടങ്ങിപ്പോകരുത്. ഇന്ന് ഈ കൺവെൻഷൻ വേദി വിട്ട് മടങ്ങി പോകുന്നത് നമ്മുടെ നിസ്സഹായ അവസ്ഥയെല്ലാം ആർക്ക് സമർപ്പിച്ചിട്ടാണ്? ആർക്ക് സമർപ്പിച്ചിട്ടാണ്? കർത്താവിന്. ഇതെല്ലാം കർത്താവിന് സമർപ്പിക്കണം കേട്ടോ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് സമർപ്പിച്ചാൽ കർത്താവ് ഈ നിസ്സഹായ അവസ്ഥ ഏറ്റെടുക്കുമോ? അതോ വീണ്ടും നിസ്സഹായ അവസ്ഥ തന്നെ ജീവിതം മുന്നോട്ട് പോകുമോ? ഇല്ല, ദൈവം ഏറ്റെടുക്കും കേട്ടോ. നീ തിരുവചനം തന്നെ പറയുന്നു, നിസ്സഹായം തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന തൊട്ടുമുമ്പ് വചനം പറയുക, അങ്ങ് അവ ഏറ്റെടുക്കും. കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ ശക്തമായ കരഘോഷം. അതുകൊണ്ട് നീ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മകളോട് ദൈവാത്മ പറയുക 10-ാമത്തെ സങ്കീർത്തനം. പറഞ്ഞ ഏത് സങ്കീർത്തനമാണ്?
10-ാമത്തെ സങ്കീർത്തനം 14-ാം നാളെ 2-ാം ദിവസം ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് 4, 5, 10, 15 പ്രാവശ്യം എന്ത് ചെയ്യണം? ഒന്ന് വായിക്കണം, ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വചനം ഒന്ന് വായിക്കുമ്പോഴാണ് ഈ സമർപ്പണ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കിട്ടുക. കരവെയ്ത് സ്വരവെയ്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞ് നമ്മൾ ഞെരുക്കുന്ന നിസ്സഹായാവസ്ഥയെല്ലാം കണ്ടെത്തി അതെല്ലാം കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സംഭവിക്കുന്ന മേഖലയെക്കുറിച്ച് വചനം പറയുന്നത്, ദൈവം ചെയ്യുന്ന മഹത്തായ കാര്യത്തെക്കുറിച്ച് വചനം പറയുക. 72-ാമത്തെ സങ്കീർത്തനം ഒന്ന് പറഞ്ഞ്, ഏത് സങ്കീർത്തനമാണ്? 72-ാമത്തെ സങ്കീർത്തനം 12-ാം വചനത്തെ ഓർത്ത് ആ വചനം കേൾക്കുന്നതിന് മുമ്പ് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സ്വരം പോലെ അസ്വരമയത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരനാഥിയിടാം. 72-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വചനം പറയുന്നു, നിലവിളിക്കുന്ന പാവപ്പെട്ടവരെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ എന്ത് ചെയ്യും? മോചിപ്പിക്കും. അവനാരാണ്? ദൈവം. പറഞ്ഞേ അവനാരാണ്? ദൈവം. അവനാരാണ്? കരമുയർത്തി പറഞ്ഞേ അവനാരാണ്? സ്വരയുത്തി പറഞ്ഞേ അവനാരാണ്? ദൈവം. ഉറക്കെ പറഞ്ഞേ അവനാരാണ്? ദൈവം. ആ ദൈവം എന്ത് ചെയ്യുമെന്ന വചനം പറയുക? മോചിപ്പിക്കും. സ്വരയുത്തി പറഞ്ഞേ എന്ത് ചെയ്യും? മോചിപ്പിക്കും. എവിടെ നിന്ന് മോചിപ്പിക്കും? നിസ്സഹായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും. വിശ്വസിച്ച് ഇരുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സമർപ്പിച്ചാലാണ് കർത്താവിനെ മോചിപ്പിക്കാൻ സാധിക്കുക. സമർപ്പിക്കാതെ ഈ കൺവെൻഷന്റെ 1-ാം ദിവസം ഈ ശുശ്രൂഷ കഴിഞ്ഞ് ആ നിസ്സഹായ അവസ്ഥയുമായി ഭവനത്തിലേക്ക് മടങ്ങിയ ദൈവത്തിനെ മോചിപ്പിക്കാൻ സാധിക്കില്ല. ഈ ദൈവം മോചനം നൽകുന്ന ദൈവം. കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം സൗഖ്യം നൽകുന്ന ദൈവം. കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം വിടുതൽ നൽകുന്ന ദൈവം. കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം അഭിഷേകം നൽകുന്ന ദൈവം. കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം ഉയർത്തുന്ന ദൈവം. കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയരാൻ സാധിക്കാതെ, അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കാതെ നിസ്സഹായ അവസ്ഥയില് ആ വാക്കെന്ന് പറഞ്ഞ ഏതവസ്ഥയിലാണ്? നിസ്സഹായ അവസ്ഥ. പോരാ ഏതവസ്ഥയിലാണ്? നിസ്സഹായ അവസ്ഥ. ഒന്ന് ഇടതുകരം ഉയർത്തി പറഞ്ഞേ ഏതവസ്ഥയിലാണ്? നിസ്സഹായ അവസ്ഥ. ഒന്ന് ഇടതുകരം ഉയർത്തേണ്ട വലതുകരം ഉയർത്തി പറഞ്ഞേ ഏതവസ്ഥയിലാണ്? ഈ ദൈവം നമ്മെ മോചിപ്പിക്കും കേട്ടോ. 6 മാസം കൊണ്ട് 10 വർഷമായി വിവാദനസ് 6 ദൈവാത്മ നൽകിയ സന്ദേശമാണ്. അമ്മ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി 4-ാമത്തെ മാസം ഈ കഴിഞ്ഞ 10 വർഷമായി വിവാഹം നടക്കാത്ത ഈ മകൻ്റെ വിവാഹം 4-ാമത്തെ മാസം നടക്കുകയാണ്. കരമടിച്ച ദൈവത്തിന് മാത്രം കൊടുത്ത് അറിയണം, നിസ്സഹായനായ വ്യക്തിയെ കർത്താവ് എന്ത് ചെയ്യും? മോചിപ്പിക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസം തന്നെ കർത്താവ് മോചിപ്പിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. നിലവിളിക്കുന്ന വ്യക്തിയെയാണ് കർത്താവ് മോചിപ്പിക്കുക. ഒന്ന് പറഞ്ഞ് ആരെയാണ് മോചിപ്പിക്കുക? നിലവിളിക്കുന്ന വ്യക്തിയെ. അവിടെ നിന്ന് ആരാധനയിലെ തിരുവോസ്തുര്യനായി ഈശോ നോക്കി എന്ത് ചെയ്യണം? നിലവിളിക്കണം. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഇതുവരെയും യേശുവേ, കർത്താവേ, ദൈവമേ എന്ന് വിളിച്ച് നിലവിളിച്ചിട്ടില്ലേ? എവിടെയെങ്കിലൊക്കെ മാറിയിരുന്നോ, ദൂരെ മാറിയിരുന്നോ, എവിടെയെങ്കിലൊക്കെ മാറിയിരുന്നൊക്കെ നമ്മുടെ എന്താ പറയുക സൗകര്യപ്രദമായ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? അതെല്ലാം വിട്ടെറിഞ്ഞ് നമ്മുടെ നിസ്സഹായ അവസ്ഥ കർത്താവിനെ സമർപ്പിച്ച് നിലവിളിച്ച് പറയണം കർത്താവേ എന്ന്. കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിലവിളിച്ച് കർത്താവേ എന്ന് പറയുമ്പോൾ നിസ്സഹായ അവസ്ഥ കർത്താവിന് കാഴ്ചവെക്കണം. ആ നിസ്സഹായ അവസ്ഥയിലേക്ക് ആ സമയം ആര് വരും? യേശു വരും. യേശു വന്നു കഴിഞ്ഞാൽ വചനം എന്താണ് പറയുക? നിസ്സഹായനായവനെ അവൻ എന്ത് ചെയ്യും? മോചിപ്പിക്കും. ഒന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യും? മോചിപ്പിക്കും. ഈ വചനത്തിന്റെ അഭിഷേകം നമ്മിലേക്ക് ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയമാണ്. വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കുരിശിലേക്ക് നോക്കാം. 72-ാമത്തെ സങ്കീർത്തനം 12-ാം വചനമാണ്. എന്നോടൊപ്പം ഈ വചനം 3 പ്രാവശ്യം നമ്മൾ ഏറ്റു പറയണം. എത്ര പ്രാവശ്യം ഏറ്റു പറയണം? 3 പ്രാവശ്യം. ആദ്യം വലതുകരം ഹൃദയത്തോട് ചേർത്ത് നമ്മൾ ഏറ്റു പറയും. 2ാമത് വലതുകരം ഉയർത്തി വചനം ഏറ്റു പറയും. 3ാമത് ഇരുകരങ്ങൾ ഉയർത്തി നിലവിളിച്ച് ഈ വചനം ഏറ്റു പറയണം. ഈ വചനം അങ്ങനെ ഏറ്റു പറയുന്നത് 3 പ്രാവശ്യം ഈ വചനം ഏറ്റു പറയുമ്പോൾ ഈ വചനത്തിന് അഭിഷേകം ഇവിടെ വ്യാപരിക്കുകയും നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അനേക ദൈവമക്കളെയും അനേക കുടുംബങ്ങളെയും കർത്താവ് എന്ത് ചെയ്യും? മോചിപ്പിക്കും. ആ വാക്കത്ത് പറഞ്ഞ് എന്ത് ചെയ്യും? മോചിപ്പിക്കും. ആ വാക്കത്ത് ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? മോചിപ്പിക്കും.
അനേക തടസ്സങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് മോചനം നൽകുക, രോഗങ്ങളിൽ നിന്ന് കർത്താവ് മോചനം നൽകുക, ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് മോചനം, തിന്മയിൽ നിന്ന് കർത്താവ് മോചനം നൽകുക. വിശ്വസിച്ച് വലതുകര ഹൃദയത്തോട് ചേർത്ത് 72:12 സങ്കീർത്തനം ഏറ്റു പറയുന്നു. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും കർത്താവ് മോചിപ്പിക്കും. വലതുകരം ഉയർത്തി സ്വരം ഉയർത്തി നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും ദൈവം മോചിപ്പിക്കുക. ഇരുകരം ഉയർത്തി വചനമേറ്റു പറയുന്നു. 72:12 സങ്കീർത്തനം. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും കർത്താവ് മോചിപ്പിക്കുക. കരം ഉയർത്തിയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ.